നേരത്തെ ഈ 50%-ലേറെ വോട്ട് നേടി വിജയിച്ച 224 സീറ്റുകളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്ക ഉണ്ടാക്കിയ ഒരു കണക്കാണത്. കാരണം ആകെയുള്ള 303 സീറ്റ് 224 സീറ്റുകളും BJP വിജയിച്ചിരിക്കുന്നത് മോർ ദാൻ 50% മാർജിനിലാണ്. അതെങ്ങനെയാണ് മാറ്റിമറിക്കപ്പെടുക എന്നുള്ളത് വലിയൊരു ആകാംക്ഷയല്ലേ. കാരണം 224 സീറ്റുകളിൽ ഒരു ബാക്കി ഒരു 48 സീറ്റ് കൂടി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ 272 വന്ന കേവല ഭൂരിപക്ഷമായി. അപ്പോൾ ഇതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡാണ്, അല്ലെങ്കിൽ എഴുതി തള്ളപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണെന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയാവോ, ഈ 224 സീറ്റ് ആകെ 303 സീറ്റാണ് BJPക്ക് ഉള്ളതെങ്കിൽ അതിൽ 224 സീറ്റിൽ 50%-ലേറെയാണ് മാർജിനിലെങ്കിൽ അതിൽ 65ഓളം സ്ഥാനാർത്ഥികൾക്ക് ഇപ്രാവശ്യം മത്സരിക്കാൻ BJP സീറ്റ് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് BJP സീറ്റ് കൊടുത്തില്ല? 50%-ലേറെ മാർജിനുള്ളപ്പോൾ നിസ്സാരമായി വിജയിച്ചു വരാമല്ലോ. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് 7 മണ്ഡലങ്ങളാണുള്ളത്. 7 മണ്ഡലങ്ങളിലും BJPക്ക് ജയിച്ചു. BJPക്ക് 7 മണ്ഡലങ്ങളിലും എബോവ് 50% ആയിരുന്നു മാർജിനെങ്കിൽ ഇപ്രാവശ്യം അവർ ആർക്കൊക്കെ സീറ്റ് കൊടുത്തില്ല? മീനാക്ഷി ലേഖിക്ക് സീറ്റില്ല, ഗൗതം ഗംഭീറിന് സീറ്റില്ല, രമേഷ് ബിദൂരിക്ക് സീറ്റില്ല, ഹർഷവർദ്ധന് സീറ്റില്ല. ആകപ്പാട് ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് സീറ്റ് കൊടുത്തത്, അത് മനോജ് തിവാരിക്കായിരുന്നു. അപ്പം 50% എബോവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഈസി ആയിട്ട് നേരത്തെ നികേഷ് പറഞ്ഞതുപോലെ ചില തരംഗങ്ങളുള്ള സമയത്ത് ഇതുപോലെ വലിയ രീതിയിലുള്ള വോട്ട് മാർജിൻ ഉണ്ടാകും, അങ്ങനെ വിജയിച്ചു വരും. ആ തരംഗമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് 50% എന്ന് പറയുന്ന ഒന്നും ഒരു ക്രൈറ്റീരിയണേ അല്ല, പൊളിഞ്ഞു പോകും. ഓക്കെ, നമുക്ക്